നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന മറവി, ബ്രെയിൻ ഫോഗ് ഇങ്ങനെ തുടങ്ങി ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നു, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു, പക്ഷേ രോഗങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അസുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരവസ്ഥ. ഇതാണ് ഒരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ ടോക്സിക് അബ്യൂസ് കാരണം നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന ഒരു അവസ്ഥ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ചാണ്. ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് നിങ്ങളുടെ ബ്രെയിനിലാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ മെമ്മറി പതിയെ പതിയെ ഇത് കാരണം എഫക്റ്റ് ചെയ്യപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ചെറിയ ഒരു മെസ്സേജ് പോലും പലതവണ വായിച്ച് മനസ്സിലാക്കേണ്ട വരുന്നു. ഇതിന്റെ ഒരു കാര്യം, ഷോർട്ട് ടേം മെമ്മറിയെ നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു അലേർട്ട് മോഡിലാണുള്ളത്. നിങ്ങൾ എപ്പോ വേണമെങ്കിലും ഇവരുടെ സൈഡിൽ നിന്നൊരു പ്രശ്നമുണ്ടാവാം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ലൈഫ് ജീവിക്കുകയും വേണം, ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുകയും വേണം. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിലെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു അലേർട്ട് മോഡ് കാരണം, അല്ലെങ്കിൽ ഈ ഒരു ആങ്സൈറ്റി, ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ കാരണം നിങ്ങളുടെ ഈ ഒരു മെമ്മറി സേവിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറവിയും ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഫീലിംഗും ആയിരിക്കും ഉണ്ടാവുന്നത്. നല്ല ബ്രെയിൻ ഫോഗിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഹൈ അലേർട്ട് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന മെമ്മറി ഇഷ്യൂവിന്റെ കൂടെ തന്നെ ഹൈ കോർട്ടിസോളും കൂടെ ഈ ഒരു സ്ട്രെസ്സിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ ഒരു കോർട്ടിസോളും നിങ്ങളുടെ മെമ്മറിയെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു അശ്രദ്ധയും മറവിയുമൊന്നും നിങ്ങളൊരു രോഗിയായതുകൊണ്ടോ നിങ്ങൾക്ക് വേറെന്തോ വലിയ പ്രശ്നമുള്ളത് കൊണ്ടോ വന്നതല്ല. ഇവരിൽ നിന്നും ഉണ്ടാവുന്ന ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ബ്രെയിൻ ഫോഗും മറവിയുമെല്ലാം. ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സും കാരണം അടുത്ത വരാൻ പോകുന്ന പണി ആങ്സൈറ്റിയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും. ചെറിയ ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്താലോ അല്ലെങ്കിൽ ഒരാൾ ഷൗട്ട് ചെയ്താലോ ഇനി എല്ലാം സൈലന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കുള്ളിലൊരു പേടി ഉണ്ടാവും. ഇതൊരിക്കലും നിങ്ങൾ നെർവസ് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ ബോഡി ഒരുപാട് കാലം ഹൈ അലേർട്ടിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തോ പ്രശ്നത്തിലാണെന്നും ചുറ്റുപാടിൽ നിന്നും എന്തോ പ്രശ്നം നിങ്ങൾക്ക് വരാനുണ്ടെന്നും ഉള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ചുറ്റും എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു തോട്ടിലായിരിക്കും നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഒരു ടെൻഷനും ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും ഒക്കെ ഉണ്ടാക്കും. ഉള്ളിൽ ഹാർട്ട് റേറ്റ് സഡൻ ആയിട്ട് കയറുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷൻസ് വരുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആങ്സൈറ്റി ഇൻക്രീസ് ആവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും കാരണം അടുത്തതായിട്ട് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന വലിയ പ്രശ്നം നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ നിങ്ങളുടെ പെൽവിക് മസിൽസിലുമായിരിക്കും. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നങ്ങൾ വളരെ റിയൽ ആയിരിക്കും. അതായത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസീസ്, അതുപോലെ തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള അബ്ഡോമൻ പെയിന്, ദഹനം പ്രോപ്പർ ആയിരിക്കില്ല, വയറപ്പം ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ,
ഇങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ ബോഡിയിലുള്ള നോർമൽ ഫങ്ഷൻസ് എല്ലാം സ്റ്റോപ്പ് ആവും. ഇതിന്റെ കാരണം നമ്മളുടെ ബോഡി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്കാണ് ഈ ഒരു സ്ട്രെസ് കാരണം പോകുന്നത്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അപകടം വരുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഫങ്ഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അപകടത്തിൽ പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഒരു എനർജി വരും. ഈ ഒരു എനർജിയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ റോക്കറ്റ് പോകുന്നത് പോലെ നമ്മൾ ഓടില്ലേ, ഈ ഒരു റെസ്പോൺസ് ആണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ കൂടുതൽ കാലം നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മസിൽസ് എല്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ഡൈജഷൻ സിസ്റ്റവും തമ്മിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ട്. ഇത് രണ്ടും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദഹനം വൃത്തിയായിട്ട് നടക്കുകയുള്ളൂ. അതായത് നമുക്ക് ഉള്ളത് രണ്ട് നെർവസ് സിസ്റ്റം ഫങ്ഷൻ ആണ്. അതായത് ഒന്ന് സിമ്പതറ്റിക്, ആ ഒരു വാക്ക് കൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അതിലൊരു സിമ്പതി ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ശരീരത്തിനോടുള്ള ഒരു സിമ്പതിയായിട്ട് കണക്കാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നത് ഈ ഒരു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഈ ഒരു നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡിൽ എന്തൊരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ചിന്തയും മെമ്മറിയും എല്ലാം നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. രണ്ടാമത് വരുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, പാരാസിമ്പതറ്റിക് എന്ന് പറയും. അതായത് കംപ്ലീറ്റ്ലി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്നാണ് പറയാ. ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുന്നതും നമ്മുടെ ഡൈജഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതും. ഇതുകൊണ്ടാണ് ഒരു സ്ട്രെസ് എപ്പോഴും നമ്മുടെ ദഹനത്തിനെ നല്ല രീതിയിൽ ബാധിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണവും പ്രോപ്പറായിട്ട് ദഹിക്കില്ല. ഇത് നമ്മുടെ വയറിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഹൈ സ്ട്രെസ് വരുമ്പോൾ ഇതുപോലുള്ള ട്രോമകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ടും അസുഖവും വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പെൽവിക് മസിൽസിൽ ഉണ്ടാവുന്ന മാറ്റവും സംഭവിക്കുന്നത്. ഈ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം കാരണം നമ്മുടെ പെൽവിക് മസിൽസ്, അതായത് നമ്മളെ ബ്ലാഡറും ജനനേന്ദ്രിയം ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വയറ്റിലുള്ള ഇൻഡസ്റ്റൈൻസ് മുതൽ എല്ലാ അവയവങ്ങളെയും താഴെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഒരു പാത്രം പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മസിൽ ഗ്രൂപ്പിനെയാണ് പെൽവിക് മസിൽസ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ ഈ ഒരു ഓർഗൻസിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നടപ്പാക്കുന്നത്. ഇതിൽ വരുന്ന പ്രശ്നം, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ആങ്സൈറ്റിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസും ടൈറ്റ് ആയി നിൽക്കും. അത് നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് വയറ്റിലുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, ഇതെല്ലാം ഈ ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മസിൽസ്, പ്രത്യേകിച്ച് പെൽവിക് മസിൽസ് ടൈറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ബ്ലാഡറും ജനനേന്ദ്രിയത്തിലൊക്കെ ഒരുപാട് എക്സ്ട്രാ സിംറ്റംസ് ഒക്കെ വരും. ഇപ്പൊ മൂത്രമൊഴിക്കുന്ന സമയത്ത് അൺനെസസറി ആയിട്ട് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ, ഇതുപോലെ തന്നെ അടിവയറ്റിലും വേദനയും പുകച്ചിലും ഒക്കെ വരും. പക്ഷെ നമ്മൾ എത്ര ടെസ്റ്റുകൾ ചെയ്താലും എത്ര ഡോക്ടറെ കാണിച്ചാലും ഇതിന്റെ ഒന്നും കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു കണ്ടിന്യൂസ് ടെൻഷൻ കാരണം വരുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ പിറകിലായിട്ടും നല്ല രീതിയിൽ മസിൽ ടെൻഷൻസും ക്രാമ്പും വന്നുകൊണ്ട് നല്ല രീതിയിൽ ബാക്ക് പെയിനും അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ട്രെസ് കാരണം, നാർസിസ്റ്റിക് അബ്യൂസ് കാരണം നിങ്ങൾക്ക് വരാം. ഇനി ഇതിൽ നിന്ന് നേരെ നിങ്ങളുടെ മൈൻഡിലേക്ക് പോയാലോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഇതെല്ലാം കാരണം
നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവും. സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവരുടെ ഈ ഒരു മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെ നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു ക്യാരക്ടറോ ഒരു ഇമേജോ ഇല്ലാത്ത ഒരാളായിട്ട് മാറും. നിങ്ങൾക്ക് സ്വയം ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. സ്വയം സംരക്ഷിക്കാനോ സ്വയം സ്നേഹിക്കാനോ സ്വന്തം വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനോ ഉള്ള ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ചെറുതായിട്ട് നഷ്ടപ്പെടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹോബീസ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും ഈ ഒരു സ്ട്രെസ്സും ട്രോമയും കാരണം നിങ്ങൾക്ക് വരും. ഈ ഒരു പ്രശ്നത്തിലൂടെ നല്ല സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറേ കാലം കൊണ്ടു നടന്നുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിലുള്ള ഒരു ഫിയർ സെന്റർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, അമിഗ്ഡല എന്ന് പറയും. ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പേടിയൊക്കെ പ്രോസസ് ചെയ്യുന്നത്. ഇത് ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺട്രോൾ നല്ല രീതിയിൽ കുറയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ആര് എന്ത് രീതിയിൽ നിങ്ങളോട് ചെറിയ ഒരു ഷൗട്ട് ചെയ്താൽ പോലും നിങ്ങളെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. നിങ്ങൾക്ക് ഈ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കിയാൽ പോലും നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഈസി ആയിട്ട് തുടക്കത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേടിയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു നാർസിസ്റ്റിക് അല്ലെങ്കിൽ ടോക്സിക് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ആ അബ്യൂസിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ. ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും പെർമനന്റ് അല്ല. നിങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനമായിട്ട് ജീവിച്ച വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് അധിക കാലമൊന്നും വേണ്ട. ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതുപോലെ തന്നെ തിരിച്ചും പഴയ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ശക്തി നിങ്ങളുടെ ബ്രെയിനിന് തന്നെ ഉണ്ട്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പിന്നെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മാക്സിമം ഷോർട്ട് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.